കോൺസുലേറ്റ് കേന്ദ്രീകരിച്ച് നടന്ന നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് കേരള രാഷ്ട്രീയത്തിലും ഭരണസിരാ കേന്ദ്രങ്ങളിലും വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഈ കേസ് കേവലം സ്വർണ്ണക്കടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അതിന് ഭയാനകമായ മറ്റൊരു തലം കൂടി ഉണ്ടെന്നുമാണ് സൂചനകൾ. ദക്ഷിണേന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ശബരിമല ഉൾപ്പെടെയുള്ള പ്രശസ്തമായ ആരാധനാലയങ്ങളിൽ നിന്നുള്ള അമൂല്യമായ പുരാവസ്തുക്കളും സ്വർണ്ണാഭരണങ്ങളും നയതന്ത്ര ചാനലിലൂടെ വിദേശത്തേക്ക് കടത്തിയതായിരിക്കാം എന്ന അതീവ ഗുരുതരമായ സംശയമാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പങ്കുവയ്ക്കുന്നത്. വർഷങ്ങൾ പിന്നിട്ടിട്ടും അവസാനിക്കാത്ത ഈ വിവാദത്തിൽ പുതിയ വഴിത്തിരിവുണ്ടാകുന്നത് കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയുടെ മറവിൽ നടന്ന ദുരൂഹ നീക്കങ്ങളിലൂടെയാണ്. മുൻപ് നടന്ന അന്വേഷണങ്ങളിലെല്ലാം തന്നെ ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയ നയതന്ത്ര പാഴ്സലുകളിൽ ഒളിപ്പിച്ചു കടത്തിയ സ്വർണത്തെക്കുറിച്ചായിരുന്നു. കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ ദിശയിലാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. എന്നാൽ കേരളത്തിൽ നിന്ന് തിരിച്ച് UAE പോയ പാഴ്സലുകളിൽ എന്തായിരുന്നു അടങ്ങിയിരുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ കൃത്യമായ ഒരു പരിശോധനയോ അന്വേഷണമോ നടന്നിട്ടില്ല എന്ന വലിയ പഴുതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഈ പാഴ്സലുകൾക്ക് പിന്നിലെ രഹസ്യങ്ങൾ തേടിയിറങ്ങിയ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. വിദേശത്തേക്ക് അയക്കുന്ന പാഴ്സലുകൾ പലതും നയതന്ത്ര പരിരക്ഷയുടെ മറവിൽ യാതൊരു പരിശോധനകളും കൂടാതെയാണ് കടന്നു പോകുന്നത്. ഈ പഴുതുപയോഗിച്ച് ശബരിമലയിലെ പുരാവസ്തുക്കൾ മുതൽ ദക്ഷിണേന്ത്യയിലെ പുരാതന ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വിഗ്രഹങ്ങൾ വരെ കടത്തിയിട്ടുണ്ടാകാമെന്നാണ് ഏജൻസികൾ സംശയിക്കുന്നത്.